വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു. എന്താണ് നമുക്ക് വേണ്ടി ഇന്നൊരു വിഭവം ഒരുക്കാൻ പോകുന്നത്? ഇന്ന് നമ്മുടെ ജഡ്ജസ് ആയിട്ടിരിക്കുന്ന നമ്മുടെ രമേഷ് പിഷാരി ചേട്ടനൊക്കെ നേരിട്ടുള്ള വോയിസ് ഇവിടെ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അടിപൊളി. എന്റെ ശബ്ദം ഇരിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ വേറെ ആരൊക്കെ ചെയ്യണോ? വീഡിയോ ഇല്ലാതെ അവരെ അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് ശബ്ദം ചെയ്യുന്നു. രമേശ് ചേട്ടൻ അതുപോലെ ചിലപ്പോൾ ഞാൻ അതിനനുസരിച്ച് ചുണ്ടനക്കണം. സ്പോട്ട് ഡബിംഗ് ആണ്, എന്റെ വീഡിയോ ഇല്ല. എവിടെ നിന്നും തപ്പി പിടിച്ചു രമേഷിന്റെ ഫേസ് അല്ലേ? അതെ. വേറെ ആരൊക്കെയാ ചെയ്യുന്നത്? വേറെ നസീർ സംക്രാന്തി ചേട്ടനുണ്ട്. നസീർക്ക് ഓൾറെഡി ഇവിടെ സുന്ദര കുട്ടപ്പനായിട്ട് വന്നിരിപ്പുണ്ട്. അതെ, ഇവിടെ ഇരിക്കുന്നവരെ ആണ് ഡബ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്തോ, ഞാൻ അതിനനുസരിച്ച് പറ്റുന്ന പോലെ നമ്മൾ റെക്കോർഡിംഗ് സ്കിറ്റ് ഒക്കെ കളിക്കുന്ന പോലെ ചുണ്ടനക്കിക്കോളാം. ഓക്കെ, നോക്കട്ടെ വലിയ നടക്കുമെന്നുള്ളത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. എന്തായാലും ഈ കോമഡി മാസ്റ്റേഴ്സിൽ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമസ്കാരം നവാസിക. എന്തായാലും നല്ല നല്ല കലാകാരന്മാർ ഈ വേദിയിൽ വന്ന് പെർഫോം ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. അടിപൊളി. നീ എപ്പോഴും ഉറക്കം തൂങ്ങിയിട്ടാണോ ഇരിക്കണത്? അല്ല, അത് എന്നെ ഞാൻ ഭയങ്കര സ്പീഡിൽ ഇപ്പൊ നമ്മൾ മിണ്ടുന്ന ഈ ലെവലിലാണ് ഞാൻ മിണ്ടുന്നെങ്കിൽ എന്നെ പലരും അനുകരിച്ച് കേട്ടത് ഞാനും ധർമ്മനും ഒരിക്കൽ പോയി ഇങ്ങനെ ആക്കാറുണ്ട്. ചിലപ്പോ അങ്ങനെ ആക്കുമ്പോഴായിരിക്കും ആൾക്കാർക്ക് തോന്നുന്നത്. കേട്ടോ, അടിപൊളി. അപ്പം നസീറേട്ടനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അല്ലേ? നസീറേട്ടാ, വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ചേട്ടന്റെ ഒന്ന് ഡബ് ചെയ്യാൻ വേണ്ടി, ശബ്ദം അനുകരിക്കാൻ വേണ്ടിട്ട് എത്തിയിരിക്കുകയാണ്. ശരി, ആയിക്കോട്ടെ. പുള്ളി ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അതായത് വേറൊന്നുമില്ല, ചേട്ടൻ അനുകരിക്കുന്ന സമയത്ത് ചേട്ടൻ അഭിനയിക്കണം, അത്രേ ഉള്ളൂ. അഭിനയിക്കണം, അതായത് പുള്ളി വർത്താനം പറയുമ്പോൾ ഞാൻ ചുണ്ടിട്ടാണ്. അതാണ്. ഏത് ഭാഗമാണ് ഞാൻ ചെയ്തത് എടുക്കുന്നത്? ആദ്യ രാത്രിയുടെ. അപ്പൊ പെണ്ണ് വേണം മസ്റ്റായിട്ട്. എന്നാലും തൊടാനൊരു കുളിർമ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതെടുത്തോട്ടെ. ഓക്കെ. എന്തിന് നാണിക്കേണ്ട കാര്യം? ആദ്യ രാത്രിയിലെ ആ ഫസ്റ്റ് പോഷൻ തൊടുന്നത് അവിടം വരെയേ ഉള്ളൂ, അതിന്റെ അപ്പുറത്തേക്കില്ല. ധൈര്യമായിട്ടൊന്നു. ഓക്കെ, പോ. എന്നാ തൊട്ടോട്ടെ. തൊട്ടോ. പായ്ക്കറ്റ് പോലെ ഇല്ലയോ? എപ്പോഴും പായ്ക്കറ്റ് ആവല്ലേ. പിന്നെ ആദ്യരാത്രി ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് ഇരിക്ക, കട്ടലി പ്രാകും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതിപ്പോ വളരെ ഗംഭീരായി. എന്തിനും ആഹാ ഒന്ന് കാണിച്ചിട്ട് പോയട്ടാ. എന്താ മറ്റേ ഒന്ന് കാണിച്ചിട്ട് സ്കിറ്റ് ഞങ്ങളൊക്കെ ടി വിയിൽ കണ്ടിട്ടുള്ളൂ, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ. ഒറിജിനൽ കാണണോ? കാണാമല്ലോ. ഒന്നുകൂടെ തൊടുവാണേ. തട്ടാട്ടെ. തൊട്ടോ. തൊടുവാ. ആദ്യമായിട്ട് തൊട്ടോണ്ടേ ഒരു വെള്ളാഴി പോലെ പെട്ടെന്ന് കയറി വന്ന അതാ. അടുത്തായിട്ട് നമ്മുടെ ജാഫർ ഇടുക്കി. ശരി. മോളെ, നമ്മുടെ കുരിയച്ച പോക്കൊരു കല്യാണാലോചന പറഞ്ഞിരുന്നേ. ചെറുക്കൻ തൊടുപുഴക്കാരാന്നാ പറഞ്ഞേ, നല്ല നിറവാട്ടുകാരാന്ന് പറഞ്ഞേ. ചാച്ചൻ ആലോചിച്ചപ്പോ നല്ലൊരു ബന്ധമാണെന്ന് കരുതി. എന്തായാലും മോളിങ്ങനെ കുമ്പളപ്പൊക്കെ തിന്ന് നടന്നാ മതിയോ? ലോകമൊക്കെ ഒന്ന് ചുറ്റിക്കാണ്ടേ. അമ്പോ, ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പൊ നമുക്ക് കമന്റിലേക്ക് കിടക്കാം. ഓക്കെ, രമേശ് ചേട്ടാ. സംക്രാന്തി നസീർഖാനെ ആരെങ്കിലും അനുകരിച്ച് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. വളരെ ഗംഭീരമായിട്ട് തോന്നി. എന്നെ അനുകരിച്ചതിനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. നമസ്കാർ. നിഖിൽ, മിമിക്രി വേദിയിൽ ആദ്യമായിട്ടായിരിക്കും നിഖിലിന് ഇങ്ങനെ അവസരം കിട്ടുന്നത്. ശരിക്കും ഇവിടുന്ന് സ്പോട്ട് ഡബ് ചെയ്യും, അതല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ശബ്ദം അനുകരിച്ച് പോകും. പക്ഷേ അനുകരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ പ്രസൻസിൽ അല്ല അവരെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചിട്ട് ഒരു അനുകരണം നടത്തുക എന്ന് പറഞ്ഞാൽ നിഖിലിനെ പോലുള്ള ഒരു കലാകാരനെ സംബന്ധിച്ച് ഒരു വലിയൊരു അവസരമാണ്, ഒരു ഭാഗ്യമാണ് അല്ലേ? എന്ത് തോന്നി? അതിൻ്റെ അഹങ്കാരമൊന്നുമില്ലല്ലോ. അപ്പം നസീർ സംക്രാന്തി പറഞ്ഞ പോലെ റയറാണ്. ഞാൻ ചിലത് എടുക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ അത് പെർഫെക്റ്റ് ആയിരുന്നു. അത് നസീർ ഭായി അത് പെർഫോം കൂടി ചെയ്തപ്പോൾ ഭയങ്കര മനോഹരമായി. ഈ പറഞ്ഞ പിഷാരയുടെ എങ്ങനെയാണെന്ന് പിഷാരടിക്ക് ചിലപ്പോൾ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ വളരെ നന്നായിരുന്നു കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം വെച്ചാൽ ഓഡിയോയിൽ നമുക്ക് സ്ഥിരമായിട്ട് രജിസ്റ്റർ ചെയ്ത് കിടക്കുന്നൊരു ശബ്ദമുണ്ട്.
സ്കിറ്റുകളിൽ നമുക്ക് അങ്ങനെയാണല്ലോ എല്ലാവരും പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരിട്ട് അവർ വീട്ടിൽ പോയി പഠിക്കുന്നതല്ലല്ലോ, സിനിമ കണ്ടിട്ട് സ്കിറ്റ് കണ്ടിട്ട് ഇതുപോലെ പ്രോഗ്രാംസ് കണ്ട് പഠിക്കുന്നതാണ്. അത് വെച്ചിട്ട് ആ നല്ല പെർഫെക്ഷനായിരുന്നു, നന്നായി ചെയ്തു ഏകദേശം. അത് കഴിഞ്ഞ് എടുത്തിരിക്കുന്ന ശബ്ദങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങൾ അനുകരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിഖിൽ. സ്ഥിരം സ്റ്റാർസിൻ്റെ പുറകെ തന്നെ പോകാതെ, ഇപ്പോൾ വെച്ചാൽ ഇയാൾ ജാഫർ ഇടുക്കി ഫെമിലിയറാണ്, പക്ഷേ എങ്കിലും വ്യത്യസ്തമായ ശബ്ദങ്ങൾ അനുകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ അത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പെർഫോമൻസിലൂടെ വ്യത്യസ്തനായി നിൽക്കാൻ നിഖിലിന് കഴിയട്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇപ്പം കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ ഒരു വേദിയിൽ നമുക്ക് ഏറ്റവും ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ രമേശ് ചേട്ടന്റെ സൗണ്ടും അതുപോലെ തന്നെ നസീർക്കയുടെ സൗണ്ടും ലൈക്ക് അറ്റ് ദ സെയിം ടൈം നമുക്ക് അല്ലേ ആ ഒരു പെർഫോമൻസ് കാണാൻ പറ്റി. അപ്പോൾ ഒരുപാട് വ്യത്യസ്തമായ ഒരു പെർഫോമൻസോടെ വീണ്ടും ഈ വേദിയിലേക്ക് വരിക കേട്ടോ. അപ്പം